സന്ദീപ് വാര്യർക്കെതിരെ ഒളിയമ്പുമായി പ്രിന്റു മഹാദേവ് ബി.ജെ.പി നേതാവ്. ബി.ജെ.പി കോൺഗ്രസിലേക്ക് അയച്ച ചാരനാണ് സന്ദീപ് വാര്യർ എന്നാണ് പ്രിന്റു പറയുന്നത്. വി.ഡി. സതീശനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. സന്ദീപിനെ കുറിച്ച് താൻ പറഞ്ഞാൽ അയാൾ തലയിൽ മുണ്ടിട്ട് ഓടേണ്ടി വരുമെന്നും പ്രിന്റു പറഞ്ഞു. തനിക്കെതിരെ ഗൂഢാലോചന നടക്കുന്നുവെന്നാണ് പ്രിന്റു പറയുന്നത്. വി.ഡി. സതീശനെയൊക്കെ കുഴപ്പത്തിലാക്കുന്ന ആളാരാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാൻ ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ചില കസേരകളെ കിട്ടാത്തതിൻ്റെ പേരിലൊക്കെ പുറത്തേക്ക് പോയ ആളുകൾക്ക് അദ്ദേഹം ഉണ്ടയില്ലാത്ത കുറേ വെടികൾ പൊട്ടിക്കുക. ഞങ്ങൾ അവിടേക്ക് അയച്ചിട്ടുള്ള ഒരു ചാരനായിട്ടാണ് ഞങ്ങൾ അയാളെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് അദ്ദേഹം തുടരട്ടെ. അദ്ദേഹം എന്നെ പല ചാനൽ ചർച്ചയിൽ വളരെ മോശമായിട്ടുള്ള പല പരാമർശങ്ങൾ എന്നെ വ്യക്തിപരമായി നടത്തി. ഞാൻ അദ്ദേഹത്തിനെതിരെ അങ്ങനെ ഒരു പരാമർശം നടത്തി കഴിഞ്ഞാൽ അദ്ദേഹം തലയിൽ മുണ്ടിട്ട് പോകേണ്ടി വരും. അല്ല, ഞാൻ അത് നിങ്ങൾക്ക് ആരാണെന്ന് അറിയാലോ. നിങ്ങൾക്കറിയാം ആരാണെന്ന്. ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ പേരൊന്നും പറയുന്നില്ല. നിതിൻ സേവ്യർ വിവരങ്ങളുമായി കൊച്ചിയിൽ. നിതിൻ, പ്രിന്റു എന്താണ് പറയുന്നത്? നിഷാദ്, ഈ വധഭീഷണിയുമായി ബന്ധപ്പെട്ട കേസിൽ പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസം രാത്രി പോലീസ് മജിസ്ട്രേറ്റ് കോടതി പ്രിന്റുവിന് ജാമ്യം നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് ഇത്തരത്തിൽ സന്ദീപ് വാര്യർക്കെതിരെ പ്രിന്റു മഹാദേവ് സംസാരിക്കുന്നത്. അതായത് വി.ഡി. സതീശൻ അല്ലെങ്കിൽ സണ്ണി ജോസഫ് അടക്കമുള്ളവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് ആരാണെന്ന് തങ്ങൾക്കറിയാം, അല്ലെങ്കിൽ തനിക്കെതിരെയുള്ള പരാതിക്ക് പിന്നിലുമൊക്കെ വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ട്. അതെല്ലാം ഇത്തരത്തിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചെന്ന് സന്ദീപ് വാര്യർ നടത്തുന്നതാണ് എന്നാണ് പ്രിന്റു പറയുന്നത്. തുടക്കത്തിൽ സന്ദീപ് വാര്യറിന്റെ പേര് പറയാൻ താൻ തയ്യാറല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് സന്ദീപ് വാര്യറിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം സന്ദീപ് വാര്യറിനെതിരെ വിമർശിക്കുന്നത്. സന്ദീപ് വാര്യർ കോൺഗ്രസ് നേതാവ് എന്നോടൊപ്പം ടെലിഫോണിൽ. സന്ദീപ്, താങ്കളെ പ്രിന്റു ലക്ഷ്യം വെക്കുന്നത് എന്തിനാണ്? എനിക്കറിഞ്ഞൂടെ എന്തുകൊണ്ടാണ് എന്നെ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത്. ഈ ചാനലിൽ വന്നിരുന്നിട്ട് വിവരക്കേട് വിളിച്ചു പറഞ്ഞതിന് ശേഷം ഒരു കേസിൽ പ്രതിയായി അവസാനം അറസ്റ്റ് ചെയ്യപ്പെട്ട് സ്വാഭാവികമായിട്ടും ജാമ്യം എന്ന് പറയുന്ന ഇത്തരം കേസുകളിൽ സ്വാഭാവികമായി ലഭിക്കുന്നതാണ്. ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഒരാളെ കുറ്റവിമുക്തനായിട്ട് ആരെങ്കിലും പ്രഖ്യാപിക്കുമോ? ഇല്ലല്ലോ. കേസ് ഇനിയാണ് നടക്കാൻ പോകുന്നത്. അതിനിടയിലുള്ള സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയ മാത്രമാണ് ജാമ്യം എന്ന് പറയുന്നത്. ഇപ്പൊ കേസെടുത്തതിന്റെ പേരിൽ ഇയാളെ ആരെങ്കിലും കൊണ്ടുപോയി മാസങ്ങളോളം ജയിലിൽ വന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത്തരം കേസുകളിൽ സ്വാഭാവികമായിട്ടും ജാമ്യം ലഭിക്കാവുന്നതാണ്. പക്ഷെ ഇത്തരം വിവരക്കേടുകൾ ചാനൽ റൂമുകളിൽ വന്നിരുന്ന് വിളിച്ചു പറയുന്ന ഇത്തരം വിവരം കെട്ടവന്മാർ, കിഴങ്ങന്മാർ, അവരെയൊക്കെ ബി.ജെ.പി ചാനലിലേക്ക് അയക്കണമെന്നുള്ളത് ആ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പ്രത്യേകിച്ച് അയാളുടെ സന്ദീപിനെ കുറിച്ച് പ്രിന്റു പറയുന്നത് സന്ദീപ് ബി.ജെ.പിയുടെ ചാരനായിട്ട് കോൺഗ്രസ് പ്രവർത്തിക്കുന്നതാണ്. അയാളുടെ മാനസികതയിലേക്ക് എന്തോ കുഴപ്പമുണ്ട്. അയാൾക്ക് മാനസിക പ്രയാസം ഉണ്ടായി എന്നൊക്കെയല്ലേ പറയുന്നത്. ഇപ്പോ ചികിത്സിച്ച ഷോക്ക് കൊണ്ട് നിൽക്കും. കുറച്ചുകൂടി കഴിഞ്ഞാൽ കൂടുതൽ വലിയ ചികിത്സ വേണ്ടി വരും. ചെറുതായിട്ടൊരു ഷോക്ക് കൊടുത്താൽ അവസാനിപ്പിക്കാവുന്ന അസുഖം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തോ കാര്യമായിട്ട് മാനസിക നില തകരാറ് സംഭവിച്ചെന്നാണ് അദ്ദേഹത്തിന്റെ പ്രകടനം കാണുമ്പോൾ മനസ്സിലാകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ചികിത്സിപ്പിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം ബി.ജെ.പി ആണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും ഇത്തരം വിവരം കേട്ട കിഴങ്ങന്മാരെയും തെണ്ടികളെയും ഒക്കെ ചാനൽ ചർച്ചയ്ക്ക് വിടുന്ന ബി.ജെ.പി സംസ്ഥാന നേതൃത്വമാണ് ഇതിന് മറുപടി പറയേണ്ടത്. കാരണം രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന്റെ നെഞ്ചത്തേക്ക് വെടിയുണ്ട വായിക്കുമെന്നൊക്കെ ചാനൽ മുറിയിൽ വന്നിരുന്ന് വിളിച്ചു പറഞ്ഞ് ഉളുപ്പില്ലാതെ പറഞ്ഞ് അതിന്റെ പേരിൽ കേസും നേരിട്ട് അവസാനം ലഭ്യനായി പുറത്തു വന്നിട്ട് എനിക്ക് നേരെ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ശരി, താങ്ക് യു സന്ദീപ് പ്രതികരിച്ചതിന്.